അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ അതിപ്രാധാന്യം അർഹിക്കുന്ന രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് പാപമോചനത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും സമയമാണ്. ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും സമയമാണെന്നർത്ഥം. ഇസ്തിഗ്ഫാറും തൗബയും രണ്ടാണ്. ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് പാപമുക്തി നേടുന്നതാണ് ഇസ്തിഗ്ഫാർ. ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് ഒഴിവാകുകയും മേലിൽ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് തൗബ അഥവാ മടക്കം. തീർച്ചയായും പശ്ചാത്താപം ഒരുപാട് ഐശ്വര്യ വർഷങ്ങൾക്ക് പോലും കാരണമാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം പാപമോചന പ്രാർത്ഥനകളിലും പശ്ചാത്താപത്തിലുമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാമുമുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും ബോധവും ഉണ്ടായി അതിൽ നിന്ന് നമുക്ക് മടങ്ങാൻ കഴിയണം. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടാണ് ഖുർആനിൽ ഒരു ഇസ്തിഗ്ഫാർ വന്നിട്ടുള്ളത്. വഖാല നൂഹുൻ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ വയുർസിലു സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവൻ പാപമോചനം നൽകുന്നവനാണ്. അള്ളാഹു പാപമോചനം നൽകുന്നവനാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടെയും വ്യക്തമായ വിശ്വാസത്തോടെയുമായിരിക്കണം നമ്മൾ നമ്മുടെ പാപമോചന സമർപ്പണങ്ങൾ നടത്തേണ്ടത്. അവൻ തന്നെയാണ് നമ്മൾക്ക് പാപമോചനം നൽകേണ്ടവൻ. ആ ബാധ്യത്തോടു കൂടി നമ്മൾ പശ്ചാത്തപിച്ചാൽ അള്ളാഹു ആ പാപമോചന പ്രാർത്ഥന സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പാപമോചനം നൽകുമെന്ന് മാത്രമല്ല, ഒരുപാട് ഐശ്വര്യങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും. അതാണ് ആയത്തിൻ്റെ തുടർഭാഗം സൂചിപ്പിച്ചത്. യുർസിലു സമാഅ അലൈക്കും മിദ്റാറ. ആകാശം നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിക്കുകയും ചെയ്യും. മഴവർഷം നമുക്കറിയാം, ഭൂമി അത് തണുക്കുവാനും അതിൽ സസ്യലതാദികൾ കിളിർക്കുവാനും മനുഷ്യ ജീവിതത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ മഴയുടെ ആവശ്യകത ഉണ്ടാകേണ്ടതുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന പിഴവുകളും അവൻ്റെ തിന്മകളുടെ ആധിക്യവുമാണ് പലപ്പോഴും വരൾച്ചയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ലോകത്ത് സംഭവിക്കുവാൻ കാരണമായി തീരുന്നത്. ആയതിനാൽ നാം വ്യക്തമായ പാപമോചന പ്രാർത്ഥനയോടെ അള്ളാഹു പാപമോചനം നൽകുമെന്ന വ്യക്തമായ ബോധ്യത്തോടെ പ്രാർത്ഥിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാകാൻ ഈ 10 ദിനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ പരമാവധി സമയങ്ങളെ അവനെ അറിഞ്ഞും മനസ്സിലാക്കിയും അവനോട് പ്രാർത്ഥിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങുന്ന മഹാഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.